ഒരുപാട് പേരെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പോയി ഇരുന്ന് കൊടുക്കേണ്ടത്, അത് ഒരു വീട്ടിനുള്ളിൽ, ഒരു ബെഡ്റൂമിനുള്ളിൽ, ഒരു സ്വകാര്യ സന്ദർശനത്തിൽ. അപ്പോഴേക്കും വരാന്തയിൽ നിന്ന് എൻ്റെ ഫാമിലിയും വരുത്തി. എന്നിട്ട് അവർ ഞങ്ങൾക്ക് ചായയും ബിസ്ക്കറ്റും തന്നു. ചായയും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ച് അത്രയും സമയം അവരവിടെ ഒരു പെട്ടിയും വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ചായയും ബിസ്ക്കറ്റും കഴിച്ചപ്പോഴും ഞാൻ ശരി, എന്നാൽ പിന്നെ നിങ്ങൾ പൊക്കോളൂ. ഞാനിന്ന് പറയുന്നത് സത്യമായിട്ട് ഇതൊരു കഥയല്ല, ഇത് നടന്ന സംഭവമാണ്. കേൾക്കുമ്പോൾ ഞാനാണെങ്കിൽ പോലും പറയും, ഓ ഇതൊരു കള്ളക്കഥയാണ്. ഞാൻ പറഞ്ഞ എൻ്റെ എല്ലാ കൂട്ടുകാരും പറഞ്ഞു ഇത് നുണക്കഥയാണെന്ന്. പക്ഷേ സത്യമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചൊരു കഥയാണ്. ഞങ്ങളുടെ ഒരു സുഹൃത്ത്, കുടുംബ സുഹൃത്ത്, അയാളുടെ വീട്ടിലേക്ക് നമ്മളെ ഒരു ദിവസം വൈകുന്നേരം ചായ കുടിക്കാൻ വിളിച്ചു. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഓഫീസിൽ നിന്നാണ് ചെല്ലുന്നത്. സുഹൃത്ത് വന്ന് പറഞ്ഞു, നിങ്ങൾ സ്വീകരണ മുറിയിലിരിക്കൂ, എൻ്റെ ഭാര്യ സ്കൂൾ ടീച്ചറാണ്, സ്കൂളിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ, റെസ്റ്റ് എടുക്കുകയാണ്, ഇപ്പോൾ വരും, ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ കുറച്ച് നേരമൊക്കെ ഞങ്ങളുടെ അടുത്ത് ഇരുന്നു. എന്നിട്ട് അകത്ത് പോയി. അങ്ങനെ 1.5 മണിക്കൂർ ഞങ്ങൾ അവിടെ ഇരുന്നു. സുഹൃത്തും വന്നില്ല, സുഹൃത്തിൻ്റെ ഭാര്യയും നമ്മളെ തിരക്കി വന്നില്ല. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പം ആ സുഹൃത്ത് അകത്തുനിന്ന് വന്നിട്ട് പറഞ്ഞു, ഭാര്യ ഉറങ്ങുകയാണ്, ഉറങ്ങി എണീക്കുമ്പോൾ ഇങ്ങോട്ട് വരും. കൃത്യം 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ വന്നു. കുളിച്ച് ഒരുങ്ങി നല്ല വേഷമൊക്കെ ഇട്ട് പുറത്തു പോകാനുള്ളതുപോലെ ഞങ്ങളുടെ മുന്നിൽ വന്നിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എണീറ്റ് എൻ്റെ ഒപ്പം വരൂ. ഞാൻ അവരുടെ കൂടെ അകത്ത് പോയി. അവരവരുടെ ബെഡ്റൂമിൽ ഒരു കസേരയിട്ട് എന്നെ ഇരുത്തി. എന്നിട്ട് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. പത്രപ്രവർത്തനം പഠിച്ച ആളെന്ന നിലയ്ക്കും ഒരു പത്രപ്രവർത്തകയായി ജീവിക്കുന്ന ആളെന്ന നിലയ്ക്കും ഒരുപാട് പേരെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പോയി ഇരുന്ന് കൊടുക്കേണ്ടത്, അത് ഒരു വീട്ടിനുള്ളിൽ, ഒരു ബെഡ്റൂമിനുള്ളിൽ, ഒരു സ്വകാര്യ സന്ദർശനത്തിൽ ഇങ്ങനെ ഇരുന്ന് കൊടുക്കുന്നത് ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യമല്ലായിരുന്നു. അവരെന്നെ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഞാൻ പഠിച്ചത്, ഞാൻ വളർന്നത്, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ വീട്, ആ വീട് എങ്ങനെയാണ് എന്നെല്ലാം ചോദിച്ച് ചോദ്യാവലി ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. ഞാൻ എൻ്റെ പരമാവധി എല്ലാം ശ്രമിച്ച് മറുപടിയൊക്കെ പറഞ്ഞു കൊടുത്തു. അതെല്ലാം കഴിഞ്ഞ് അവരെന്നോട് പറഞ്ഞു, എനിക്ക് ചോദിക്കാനുള്ളതെല്ലാം കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് ചോദിക്കാൻ എന്നെക്കുറിച്ചുണ്ടെങ്കിൽ അതാകാം എന്ന് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ജീവിതത്തിൽ ഒരു പത്രപ്രവർത്തക എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് തീർത്തും പരാജയപ്പെട്ട ഒരു സമയമാണത്. എനിക്കൊരു ചോദ്യം പോലും അവരോട് ചോദിക്കാൻ പറ്റിയില്ല. എനിക്കൊന്നും ചോദിക്കാനുണ്ടായിരുന്നില്ല. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഒന്നും ചോദിക്കാനില്ലെങ്കിൽ എഴുന്നേറ്റോളൂ, നമുക്ക് പോവാം. അങ്ങനെ എഴുന്നേറ്റ് ചെല്ലുമ്പം അവരുടെ ഡൈനിങ് ടേബിളിൽ കൊണ്ടിരുത്തി. അപ്പോഴേക്കും വരാന്തയിൽ നിന്ന് എൻ്റെ ഫാമിലിയും വരുത്തി. എന്നിട്ട് അവർ ഞങ്ങൾക്ക് ചായയും ബിസ്ക്കറ്റും തന്നു. ചായയും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ച് അത്രയും സമയം അവരവിടെ ഒരു പെട്ടിയും വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ചായയും ബിസ്ക്കറ്റും കഴിച്ചപ്പോഴും ഞാൻ ശരി, എന്നാൽ പിന്നെ നിങ്ങൾ പൊക്കോളൂ. അപ്പോൾ ശരിക്കും നമുക്ക് ചിരിക്കണോ കരയണോ എന്നൊക്കെ ഒരു അത്ഭുതമായി, അല്ലെങ്കിൽ അമ്പരപ്പായി. എന്താണ് ഈ കടന്നു പോകുന്നതെന്ന് മനസ്സിലാവുന്നേ ഇല്ല. അപ്പോൾ അവർ പറഞ്ഞു, അവരുടെ കയ്യിലുള്ള ആ പ്ലാസ്റ്റിക് പെട്ടി തുറന്നു നോക്കുമ്പം അത് നിറയെ എന്താണ് വെറ്റ, പാക്ക് എല്ലാം നിരത്തി വെച്ചിട്ട് അവർ വെറ്റയും പാക്കും കഴിക്കാൻ തുടങ്ങി. എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും പുള്ളിക്കാരുടെ വായിൽ മുറുക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതെല്ലാം തുപ്പിയിട്ട് ഇവിടെ വന്നിരുന്ന് വീണ്ടും മുറുക്കുകയാണ്. അപ്പം അതെല്ലാം മുറുക്കി കഴിഞ്ഞപ്പോഴേക്കും അവർ ഞങ്ങളോട് വീണ്ടും പറഞ്ഞു, എന്നാൽ എണീക്കുകയല്ലേ എന്ന് പറഞ്ഞ് അവർ ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ കതകങ്ങ് അടച്ചു. തിരിച്ചു വരുമ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ മകൻ, അന്ന് അവനൊരു 10-12 വയസ്സ് വരും, അവനോട് ചോദിച്ചു, അമ്മ ആ ആൻറ്റിയുടെ പേരെന്താ? ഞാൻ പറഞ്ഞു, അയ്യോ ഞാനത് ചോദിക്കാൻ മറന്നുപോയിന്ന്. സത്യം പറഞ്ഞാൽ അവരുടെ പേരോ അവർ എന്താണ് ജോലിയെന്നോ അവർ ചെയ്യുന്നത് എന്ത് വിഷയം പഠിപ്പിക്കുന്നെന്നോ ഏത് സ്കൂളിലെന്നോ ഒക്കെ ചോദിക്കാൻ മറന്നുപോയിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. ഇത് പറയുമ്പോൾ ഒറ്റ മനുഷ്യരും വിശ്വസിക്കാറില്ല ഇതൊരു നടന്ന സംഭവമാണെന്ന്. സത്യം പറയട്ടെ, ഇത് നടന്ന സംഭവം തന്നെയാണ്. ഇത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു സംഭവം തന്നെയാണ്. ഇത് നടന്ന സംഭവം തന്നെയാണ്, കഥയേ അല്ല.